പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പിണറായി വിജയന് പുറകെ മോദിയും അധികാരത്തിൽ നിന്ന് പോകും എന്നാണ്. പിണറായി വിജയന് പുറകെ മോദിയും അധികാരഭ്രഷ്ടനാകാൻ പോകുന്നു എന്നതാണ് ഒരല്പം വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കാദ്യം വിജയനെ കുറിച്ചിട്ട് പറയാം. കാരണം വിജയൻ്റെ കാര്യങ്ങളും മോദിയുടെ കാര്യങ്ങളും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള താരതമ്യങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിജയൻ്റെ കാര്യം ആദ്യമായിട്ട് പറയുന്നത്. വിജയൻ 3 പ്രാവശ്യം അധികാരത്തിൽ വന്നില്ല, പക്ഷേ 2 പ്രാവശ്യം അധികാരത്തിൽ വന്നുള്ളൂ. 2ാം തവണ അധികാരത്തിൽ കയറുന്നതിന് ഏതാനും മാസം മുമ്പ് വരെ വിജയൻ അജയ്യനായിരുന്നു. വിജയന് മോഡിയെപ്പോലെ 56 ഇഞ്ച് നെഞ്ചു വിരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വിജയനും മോദിയെപ്പോലെ തന്നെ പാർട്ടിയിലും സർക്കാരിലും അപ്രമാദിത്വം ഉണ്ടായിരുന്നു. വിജയന് CPM-നകത്തും ഗവൺമെൻറ്റിലും അപ്രമാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ മോദിക്കും ഗവൺമെൻറ്റിലും BJP-യിലും അപ്രമാദിത്വം ഉണ്ടായിരുന്നു. വിജയനുണ്ടായിരുന്ന അപ്രമാദത്തിന് തുല്യമായിട്ടുള്ള അപ്രമാദിത്വമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ മോദിക്കും ഉള്ളത്. മോദിക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും മോദിക്ക് ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. മോദിയും വിജയനെ പോലെ ഏക ഛത്രാധിപതിയായി. മോദിയും വിജയനെ പോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പണി ഇപ്പോഴേ ആരംഭിച്ചിരിക്കുകയായിരുന്നു. മോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 2029 എല്ലാ നിയമസഭകളിലും ലോക്സഭയിലും ഒരുപോലെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന് 4ാം തവണയും അധികാരത്തിൽ കയറുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പണികൾ തകൃതിയായി മോദി ആരംഭിച്ചിരിക്കുകയായിരുന്നു. ഇത് തന്നെയായിരുന്നു വിജയനും ചെയ്തുകൊണ്ടിരുന്നത്. വിജയനും കൃത്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് കടന്നിരിക്കുകയായിരുന്നു. 2025 ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ ജാതിമത വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്കാണ് വിജയൻ കടന്നത്. മുസ്ലിങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, നായന്മാർ, പിന്നോക്കക്കാർ ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമായിരുന്നു. അതിൻ്റെ ഭാഗമായി ക്രിസ്ത്യാനികൾ ഇപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നു. പിന്നോക്കക്കാരെയും ഏതാണ്ട് കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ നടത്തി. ഹിന്ദുക്കളെ വലിയ തോതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പ സംഗമം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തി മുന്നേറുകയായിരുന്നു വിജയൻ. മോദിയും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. മോദി അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് SIR കൊണ്ടുവരിക, മണ്ഡല പുനർനിർണയത്തിലേക്ക് പോവുക, അതിനേക്കാളൊക്കെ ഉപരി 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തുക. അതാണ് മോദി കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് മോദിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും പ്രതിപക്ഷത്ത് തമ്മിൽ തടിയായിരുന്നു. ഇത് തന്നെയായിരുന്നു വിജയൻ്റെ കാര്യത്തിൽ. ഇവിടെ UDF-ലാകപ്പാടെ തമ്മിലടിയാണ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയിലും തമ്മിലടി. അതിൻ്റെ ഇടയിൽ പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തി തനിക്ക് 360 സീറ്റിൻ്റെ 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു മോദി. അതിൽ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി, ആം ആദ്മി പാർട്ടിയെ പിളർത്തി, ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിലായിരുന്നു. അങ്ങനെ വിജയനെ പോലെ തന്നെ മോദിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് മപ്പടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഏതാണ്ട് മോദിയെ സംബന്ധിച്ചിടത്തോളം 1 മാസം മുമ്പ് വരെയും വിജയനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് 2025 ഏതാണ്ട് നവംബർ മാസം വരെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. സുഹൃത്തുക്കളെ, എന്നാൽ പിന്നീട് നടന്ന എന്താ സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നീട് കേരളത്തിലൊരു വിസ്ഫോടനം ഉണ്ടായി. എന്താ? ശബരിമല പെരുങ്കൊള്ള. അത് ഏതാണ്ട് ഒരു 2025 ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് വലിയൊരു പൊട്ടിത്തെറി പോലെ കേരളത്തിൽ വന്നു. അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു സ്വമേധയാ കേസെടുത്തപ്പോഴാണ് ആ വിഷയം പുറത്തു വന്നത്. അത് വലിയ വിഷയമായി മാറി, വലിയ ചർച്ചയായി കേരളത്തിൽ മാറി. അങ്ങനെ 2025 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് UDF ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ എല്ലാം സമഗ്രമായിട്ടുള്ള വിജയം നേടി. അതിനെ തുടർന്ന് 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി LDF പരാജയപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങളുടെ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 102 സീറ്റിൽ അവർ ജയിച്ചു. മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? മോദി കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ അജയ്യനായിരുന്നു. 2026 ഏപ്രിൽ മാസം വരെ മോദി ഒരു ഏകാധിപതിയും ഏകഛത്രാധിപതിയുമായിരുന്നു. 2026 ഏപ്രിൽ മാസം വരെ ഉള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയാൽ മോദി തന്നെ 4ാം തവണയും വരാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു അഖിലേന്ത്യാ തലത്തിലുണ്ടായിരുന്നത്. കാരണം പ്രതിപക്ഷത്ത് തമ്മിലടി, മോദിയാകട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിളർത്തുന്നു.
2024 മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന മിക്കവാറും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അത് ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും ബീഹാർ ആയാലും അവിടെ എല്ലാം തന്നെ BJP വിജയിക്കുന്നു. മോദി ഏതാണ്ട് 4ാം തവണ അധികാരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മപ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഏപ്രിൽ മാസം വരെ നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ മോദി സർക്കാരിൻ്റെ അവസ്ഥ എന്താ? ഒരു മോണോലിത്തിക് ആയിട്ടൊരു ഏകശിലാരൂപം പോലെ നിന്നിരുന്ന മോദി സർക്കാരിൽ ഇപ്പോൾ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയല്ലേ? ഒരു മോണോലിത്തിക് സ്ട്രക്ചറായി നിന്നിരുന്ന മോഡി സർക്കാർ ഇപ്പോൾ തന്നെ ഈ ദൗർബല്യങ്ങളിൽപ്പെട്ട് റിവർബറേറ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ ശബരിമല കൊള്ള നടന്നതുപോലെ ദേശീയ തലത്തിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് നടത്തിയ ഒരു 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 അവിചാരിതമായ ഒരു ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റ്, ഒരു ഇൻഅഡ്വർട്ടൻ്റ് കമൻറ്റ്, പക്ഷേ ലോക ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഉണ്ടായി കാണണമെന്നില്ല. ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, യൂത്ത് ഇൻ ഇന്ത്യ ആർ ലൈക്ക് കോക്രോച്ചസ്. സംടൈംസ് ദേ ഗെറ്റ് ഇൻ ടു മീഡിയ, സംടൈംസ് ദേ ഗെറ്റ് ഇൻ ടു സോഷ്യൽ മീഡിയ. ചിലപ്പോൾ അവർ കോടതി ലക്ഷ്യ കേസുകളുമായി കോടതിയിൽ വരും, ചിലപ്പോൾ RTI ആക്ടിവിസ്റ്റുകളായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ട് 2026 മെയ് 15 സൂര്യകാന്ത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടന്നു. തൊട്ടു പിറ്റേ ദിവസം ബോസ്റ്റണിൽ ജീവിക്കുന്ന 30-31 വയസ്സുള്ള അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു വാചകം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. വാട്ട് ഇഫ് ഓൾ ദ കോക്രോച്ചസ് കം ടുഗദർ? ഒരു ചോദ്യചിഹ്നം. കോക്രോച്ചുകൾ, പാറ്റകളെല്ലാം കൂടെ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന 30 വയസ്സുകാരൻ 2026 മെയ് 16 ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച അവിടുന്ന് പിന്നൊരു വിപ്ലവം ആരംഭിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. മെയ് 16 തുടങ്ങിയ ആ ഒരു വളരെ ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻറ്റ്, വാട്ട് ഇഫ് ഓൾ ദ കോക്രോച്ചസ് കം ടുഗദർ എന്ന് പറഞ്ഞത്, അത് പിന്നീട് വലിയൊരു ഒരു ഒരു പ്രതിഭാസമായി, വലിയൊരു പ്രസ്ഥാനമായി മാസങ്ങൾക്കുള്ളിൽ രൂപാന്തരം പ്രാപിക്കുന്നത് നമ്മൾ പിന്നീട് കണ്ടു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 22 മില്യൺ 220 ലക്ഷം ഫോളോവേഴ്സാണ് ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ കിട്ടിയത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നു. അയാൾ നീറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം പ്രഖ്യാപിക്കുന്നു, ജന്തർ മന്ദറിലേക്ക് പോകുന്നു. അത് പിന്നീട് നമ്മൾ കണ്ടല്ലോ. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഏതാണ്ട് 2 മാസം കഴിഞ്ഞ് പിന്നീട് സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ അവിടെ 10-20 ദിവസം നിരാഹാരം കിടക്കുന്നു. അവസാനം 2026 ജൂലൈ 26 നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ദേശീയ മോദി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തലകുനിച്ച് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. 2026 ഏപ്രിൽ മാസം വരെ 4ാം തവണ അധികാരത്തിൽ കയറാൻ വേണ്ടി മപ്പടിച്ച് നിന്നിരുന്ന നരേന്ദ്രമോദി അടിമുടി വിറയ്ക്കുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പുലി എലിയായി മാറി എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരെയും വിറപ്പിക്കുന്ന മോദി, ഭയത്തിൻ്റെ അന്തരീക്ഷം രാജ്യത്താകെ പകർത്തിയ മോദി, ആ മോദി രാത്രി 12 മണിക്ക് വരെ വന്നിട്ട് വീഡിയോ ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവസാനം ഈ വലിയ ഈ യുവജനങ്ങളുടെ ഈ മഹാവിപ്ലവത്തിനെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്ന് പറഞ്ഞ പോലെ അവസാനത്തിൻ്റെ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അവലാഞ്ചെ എന്ന് പറയുന്ന, അതായത് ഈ വലിയ മഞ്ഞുമലകളിലൊക്കെ ഈ ഒരു ചെറിയ കഷ്ണം മഞ്ഞ് താഴോട്ട് ഉരുളാൻ തുടങ്ങും. ആ ഉരുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അത് വലിയൊരു ഗോളമായി മാറും. അതങ്ങ് വളരെ വലുതായി ഈ മുറിയുടെ കാളൊക്കെ വലിപ്പത്തിലുള്ള ഗോളമായി മാറുകയും താഴെ ചെന്നിട്ട് വലിയ അപകടം സൃഷ്ടിക്കുകയും ചെയ്യുന്നുള്ള നിലയിൽ ദി അവലാഞ്ചെ ഹാസ് സ്റ്റാർട്ടഡ് റോളിംഗ് ഡൗൺ എന്നാണ് മോദി സർക്കാരിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വിജയൻ എങ്ങനെ ഒരു പുലിയായിരുന്ന വിജയൻ എങ്ങനെ എലിയായി മാറിയോ അതിൻ്റെ തനിയാവർത്തനം ദേശീയ തലത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. നരേന്ദ്രമോദിക്ക് ഇനി നിലനിൽപ്പ് അസാധ്യമാകാൻ പോകുന്നു.
ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് ശേഷം ഇപ്പം അമിത്ഷയ്ക്കെതിരെയാണ് ഇപ്പം വിമർശനങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദിറിലെ സമരത്തെ അതിക്രൂരമായി ആക്രമിക്കുകയും പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. മോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മോദിയെ പരോക്ഷമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിമർശിച്ച RSSന്റെ തലവനായിട്ടുള്ള മോഹൻ ഭഗവത് പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. BJPയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും വർഷങ്ങളായി നിശബ്ദനുമായിരുന്ന മുരളി മനോഹർ ജോഷി മോദിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ പാർട്ടിക്കകത്തുനിന്ന് തന്നെ മോദിക്ക് എതിർപ്പുകൾ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഏതാണ്ട് 10-12 വർഷക്കാലമായി BJP എന്ന് പറഞ്ഞ പാർട്ടിയെയും RSSനെയും ഒക്കെ ചവിട്ടി ഞെരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. എത്രയോ ശക്തരായിട്ടുള്ള നേതാക്കന്മാർ LK അദ്വാനി മുതൽ മുരളി മനോഹർ ജോഷി മുതൽ നിതിൻ ഗഡ്കരി മുതൽ രാജ്നാഥ് സിംഗ് മുതൽ എത്രയോ നേതാക്കന്മാർ ഒരു നിവൃത്തിയുമില്ലാതെ നിശബ്ദരായിരിക്കുകയായിരുന്നു. അവരൊക്കെ ഇനി സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ മോദിയുടെ പിടി അയഞ്ഞുകൊണ്ടിരിക്കുന്നു, പാർട്ടിക്കകത്ത് അയഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കാരിൽ മോദിയുടെ സ്ഥിതി ഇനി അയയും. കാരണം നമുക്കറിയാം, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, 240 പേരുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും തോളിൽ താങ്ങിയാണ് ഈ സർക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 4ാം തവണ അധികാരത്തിൽ കയറാൻ മപ്പടിച്ച് നിന്നിരുന്ന മോദി ഈ കാലാവധി പോലും പൂർത്തിയാക്കുമോ എന്നുള്ള സംശയം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. നാളെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കൂടി ഇപ്പുറത്തേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായാൽ പിന്നെ ചെറിയ പാർട്ടികളുണ്ട്, അവരെല്ലാവരും പൊടുന്നനെ ഇപ്പുറത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടായാൽ മോദിക്ക് ഈ തവണ പോലും അധികാരത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിണറായിക്ക് പുറകെ പിണറായി വിജയന് പുറകെ മോദിയും പോകും എന്ന്.